ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി മന്ത്രി GR അനിൽ. വിലക്കയറ്റത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെന്ന് പ്രതിപക്ഷം. വോട്ട് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കോവളത്ത് നിർവഹിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് നാളെ കൈനഗിരിയിൽ തുടക്കം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ സച്ചിൻ യാദവ്. നീരജ് ചോപ്രയ്ക്ക് 8ാം സ്ഥാനം. ഏഷ്യാകപ്പ് T20 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കി. വിലക്കയറ്റത്തിൽ കേരളം രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനത്തെക്കാളും മുന്നിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തു നിന്നും PC വിഷ്ണുനാഥാണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. നടപടികൾ നിർത്തിവെച്ച് അടിയന്തര വിഷയം ചർച്ച ചെയ്യണം എന്ന ഉപക്ഷേപങ്ങൾ ഇത് തുടർച്ചയായ 3ാം ദിവസമാണ് സഭയുടെ പരിഗണനയ്ക്ക് വന്നത്. ചട്ടം 50 പ്രകാരമുള്ള ഉപക്ഷേപം വന്നപ്പോൾ തന്നെ ചർച്ചയ്ക്ക് അനുകൂലമായ നിലപാടായിരുന്നു മന്ത്രി സ്വീകരിച്ചത്. 12 മണി മുതൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉപക്ഷേപം സഭ തള്ളുകയും ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കയറ്റം കൂടുതലാണ് എന്നായിരുന്നു PC വിഷ്ണുനാഥ് പറഞ്ഞത്. വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. സർക്കാർ വിപണിയിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നായിരുന്നു മന്ത്രി GR അനിൽ ചൂണ്ടിക്കാട്ടിയത്. സപ്ലൈകോക്ക് വകയിരുത്തിയ 250 കോടി രൂപയും നൽകിയെന്നും മന്ത്രി പറഞ്ഞു. വിലക്കയറ്റം മറച്ചുവെക്കാനാണ് സർക്കാർ നടപടി എന്ന് കുറ്റപ്പെടുത്തി പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. പാൽവില വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ മിൽമ വൈകാതെ സ്വീകരിക്കുമെന്ന് നിയമസഭയിൽ മന്ത്രി J ചിഞ്ചുറാണി. ക്ഷീരകർഷകർക്ക് പ്രയോജനമാകുന്ന വിധത്തിലായിരിക്കും വിലവർധനയെന്നും സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഓൺലൈനായി വോട്ട് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർണാടകയിലെ അലന്ദ് നിയമസഭാ മണ്ഡലത്തിലെ 6000-ഓളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയതായാണ് രാഹുൽ ഗാന്ധി MP ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. സോഫ്റ്റ്വെയർ തിരിമറിയിലൂടെ ഇത് ചെയ്തെന്നാണ് ആരോപണം. 2023-ൽ ഇത്തരത്തിൽ വോട്ടർമാരെ നീക്കം ചെയ്യാൻ ചില വിഫല ശ്രമങ്ങൾ അലന്ദ് മണ്ഡലത്തിൽ നടന്നതായും ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നുവരുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ കാർഷിക മേഖലയിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായ കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ദശലക്ഷക്കണക്കിന് കർഷകരെ ശാക്തീകരിക്കുന്നതിനായി വിപുലമായ പരിപാടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. രാജ്യത്തെ കർഷകർക്കാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും കർഷക താൽപര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. मेरे देश के किसान जो पैदावार देते हैं, आज वो उत्पादन दुनिया के बाजार में पहुंच रहा है. देश के विकास की अनेक योजनाओं का लाभ आज हम उन तक पहुंचा रहे हैं. PM किसान सम्मान निधि हो, रेन वाटर हार्वेस्टिंग हो, क्वालिटी सीड्स हो, फर्टिलाइजर की आवश्यकता हो, हर क्षेत्र में उसका परिणाम भी देश को मिल रहा है. കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായി നടപ്പാക്കിയ കിസാൻ സമ്മാൻ നിധിയിലൂടെ കഴിഞ്ഞ 6 വർഷത്തിനിടെ 4 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് വിതരണം ചെയ്യാൻ സാധിച്ചതും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്നാണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ബ്ലൂ ടൈഡ്സ് കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. 2 തീരങ്ങൾ ഒരേ കാഴ്ചപ്പാട് എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനം സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയിലൂടെയുള്ള സുസ്ഥിര വികസനവും തീരമേഖലയുടെ പങ്കാളിത്തവുമാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ കോൺക്ലേവിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാർ, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങി നിരവധി പേർ സന്നിഹിതരാകും. ദേശീയ പാതയോരങ്ങളിലെ പെട്രോളിയം ഔട്ട്ലെറ്റുകളിലെ ശൌചാലയങ്ങൾ 24 മണിക്കൂറും പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പരിഷ്കരിച്ച് കേരള ഹൈക്കോടതി.
പമ്പ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് സൌകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രവൃത്തി സമയം വരെ ടോയ്ലറ്റ് സൌകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നുമാണ് പരിഷ്കരിച്ച ഉത്തരവിൽ പറയുന്നത്. പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ കവർ പേജിലെ ചിത്രത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ കേരള ഹൈക്കോടതി കേന്ദ്രത്തിന്റെ പ്രതികരണം തേടി. പുകവലിക്കുന്ന ചിത്രം നിയമപരമായ മുന്നറിയിപ്പുകളില്ലാതെ നൽകിയതിനെതിരെയാണ് ഹർജി. പുസ്തകത്തിന്റെ വിൽപ്പന നിർത്തിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 20-ന് പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 7 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 16 രാജ്യങ്ങളിൽ നിന്നായി 3000-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് നാളെ കുട്ടനാട്ടിലെ കൈനഗരിയിൽ തുടക്കം. ഉച്ചകഴിഞ്ഞ് 2:30-ന് മന്ത്രി മുഹമ്മദ് നിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. നാളെ കൈനഗരിയിൽ തുടങ്ങി ഡിസംബർ 6-ന് കൊല്ലത്ത് പ്രസിഡന്റ്സ് ട്രോഫി വരെ നീണ്ടു നിൽക്കുന്ന 14 മത്സരങ്ങളാണ് ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 5 മത്സര കേന്ദ്രങ്ങളും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഫൈനലിൽ ഏറ്റുമുട്ടിയ 4 ചുണ്ടന്മാരും ലൂസേഴ്സ് ഫൈനലിൽ മികച്ച സമയം കുറിച്ച 5 ചുണ്ടന്മാരും ഉൾപ്പെടെ 9 ജലരാജാക്കന്മാരാണ് പോരിനിറങ്ങുന്നത്. ടോക്കിയോയിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് നിരാശ. നിലവിലെ ലോക ചാമ്പ്യനായ നീരജിന് 8ാം സ്ഥാനം മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഇന്ത്യയുടെ സച്ചിൻ യാദവ് അരങ്ങേറ്റ മത്സരത്തിൽ 4ാം സ്ഥാനം നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 88.16 മീറ്റർ ദൂരമെറിഞ്ഞ ട്രിനിഡാഡിന്റെ കിഷോൺ വോൾക്കോട്ടിനാണ് സ്വർണം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്ത്യ ഒമാൻ മത്സരം നാളെ രാത്രി 8 മണിക്കാണ്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ തിരുവനന്തപുരത്ത് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. ആദ്യം നിയമസഭയിലേക്കും പിന്നീട് സെക്രട്ടേറിയറ്റിലേക്കുമായിരുന്നു പ്രതിഷേധം. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ KSU പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്ന് പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് വ്യാപിക്കുകയായിരുന്നു. സർവേ റെക്കോർഡുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന കിയോസ്ക് സംവിധാനം മന്ത്രി K. രാജൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഇതിലൂടെ മുൻകാല സർവേ രേഖകൾ ഇനി വേഗത്തിൽ ലഭിക്കും. ഫയൽ നടപടികളില്ലാതെ ഫീസ് അടച്ച് ആർക്കും സ്വയം രേഖകൾ പ്രിന്റ് ചെയ്തെടുക്കാം. ഡിജിറ്റൽ സർവേ രേഖകളും ഇവിടെ നിന്ന് ലഭിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ സാഹിത്യോത്സവമായ അക്ഷരക്കൂട്ട് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കനകക്കുന്ന്, ജവഹർ, ബാലഭവൻ, മൺവിള എന്നിവിടങ്ങളിലെ വേദികളിലാണ് സാഹിത്യോത്സവം അരങ്ങേറുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വിലക്കയറ്റം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപം നിയമസഭ ചർച്ച ചെയ്ത് തള്ളി. സർക്കാർ ഫലപ്രദമായ ഇടപെടൽ വിപണിയിൽ നടത്തിയതായി മന്ത്രി GR അനിൽ. വിലക്കയറ്റത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെന്ന് പ്രതിപക്ഷം. വോട്ട് നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കോവളത്ത് നിർവഹിക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിക്ക് നാളെ കൈനഗരിയിൽ തുടക്കം. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനത്തെത്തി ഇന്ത്യയുടെ സച്ചിൻ യാദവ്, നീരജ് ചോപ്രയ്ക്ക് 8ാം സ്ഥാനം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.